പമ്പയിൽ നടന്ന സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം 4.4 കോടി രൂപയാണ് സംഘാടകർ കൈമാറിയത്. ഭക്ഷണത്തിനും കള്ളക്കണക്ക് രേഖപ്പെടുത്തി. പരിപാടി ഇല്ലാതിരുന്ന രാത്രിയിൽ 3000-ഓളം പേർ ഭക്ഷണം കഴിച്ചു എന്നാണ് കണക്ക്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് വിനീഷ് ചേർന്നു. വിനീഷ്, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലും കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിരിക്കുന്നു. 4 കോടിയിലേറെ രൂപ, 4.4 കോടി രൂപയാണ് ഈ സംഘാടകർ. ഊരാളുങ്കൽ സൊസൈറ്റി, നമുക്കറിയാം ഊരാളുങ്കൽ സൊസൈറ്റി CPM-മായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയാണ് ഊരാളുങ്കൽ. അവർക്കാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തുക കൈമാറിയതിൻ്റെ കണക്ക് പുറത്തു വരുന്നത്. കോടിക്കണക്കിന് രൂപ അങ്ങനെ കൈമാറുന്നു. അതുകൂടാതെ അവിടെ നൽകാത്ത ഭക്ഷണത്തിൻ്റെ പേരിൽ, അതിൻ്റെ പേരിലും പണം എഴുതി മാറ്റി. എന്തെല്ലാം കണക്കുകളാണ് ഇത്തരത്തിൽ എഴുതി വെച്ച് അയ്യപ്പൻ്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കിപ്പോൾ പുറത്തു വന്നല്ലോ വിനീഷ്. വിനോദ്, എന്തായിരുന്നാലും ഈ ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ്, വലിയ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അയ്യപ്പ ഭക്ത സംഗമത്തിൽ കൊടുക്കാനുള്ള ആകെ പണം, കടമായി ഇനി സർക്കാരിന് തീർക്കാനുള്ളത് 4,35,00,000 രൂപയാണ്. ഇതിൽ പല സ്ഥലങ്ങളിൽ ഒരു നിലവിലെ സാഹചര്യത്തിൽ അഡ്വാൻസായി ചില തുകകൾ നൽകിയിട്ടുണ്ട്. ഊരാളുങ്കലിന് മാത്രം സർക്കാർ നൽകിയ തുക എന്ന് പറയുന്നത് 4 കോടിയിലധികം ലക്ഷം രൂപയാണ്. 4.04 കോടി രൂപയാണ് നൽകാനുള്ളത്. ഇതിൽ നൽകാനുള്ളത് എന്നതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിൽ അഡ്വാൻസായി ചില കുറച്ച് തുക നൽകി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നു. അത് CPM സ്വാധീനത്തിലുള്ള ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയെ മുൻനിർത്തിയാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ ഭക്ത സംഘത്തിനും സർക്കാർ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ നൽകിയിരിക്കുന്ന ഫണ്ടുകളിൽ വലിയ ക്രമക്കേടുകളാണ് സ്വതന്ത്ര ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിമർശനവും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടം മുതൽ അറിയിച്ചിരുന്നത് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് പണം സ്വരൂപിക്കുന്നത്, അത് കൃത്യമായി പറഞ്ഞാൽ അതൊരു സ്പോൺസർഷിപ്പിലൂടെ പണമായി സ്വരൂപിച്ചു കൊണ്ടായിരിക്കും ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുക എന്ന നിർദ്ദേശമായിരുന്നു ഹൈക്കോടതിക്ക് മുന്നിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തീരുമാനമായിരുന്നു ഹൈക്കോടതി മുന്നിൽ ദേവസ്വം ബോർഡും സർക്കാരും അറിയിച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഏകദേശം 3.5 കോടി രൂപയും ഇതിനായി വകമാറ്റിയിരിക്കുന്നു, ചിലവഴിച്ചിരിക്കുന്നു എന്ന കണ്ടെത്തൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ഹോട്ടലുകൾക്ക് അഡ്വാൻസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൽ പൂർണ്ണമായി നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശേഷിച്ച തുക ബാർ അറ്റാച്ച്മെൻറ്റ് ഹോട്ടലുകൾക്ക് നൽകിയതാണ്. അതിൽ കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് നൽകാനുള്ളത് 12,88,168 രൂപയാണ്. ഇതിൽ അഡ്വാൻസ് തുക കുറച്ച് നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ് ഇക്കോ ലോഡ്ജിന് 39,018 രൂപയാണ്. ഗ്രീൻഫീൽഡ് കുമരകത്തിന് 1,85,131 രൂപ. ഗസ്റ്റ് ഹൗസ് തിരുവനന്തപുരത്തിന് 15,800 രൂപ. KTDC കുമരകത്ത് ഗേറ്റ് വേക്ക് 64,376 രൂപ. KTDC വാട്ടർ എക്സ്പോ കുമരകത്തിന് 2,98,311 രൂപ. ശ്രീവത്സം ഗ്രാൻഡ് പത്തനംതിട്ടയിലെ 26,492 രൂപ. താജ് കുമരകത്തിന് 5,24,776 രൂപ. വൈൽഡ് മിസ് ഹോം സ്റ്റേ മൂന്നാറിന് 25,300 രൂപ. ഇതിൽ ഈ ഒരു ഗസ്റ്റുകൾക്ക് നൽകിയ റൂമുകളുടെ കാര്യത്തിൽ പോലും വലിയ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ സാഹചര്യത്തിൽ ഭക്ഷണത്തിലാണ് മറ്റൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഭക്ഷണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് പ്രകാരം അന്നേ ദിവസം ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് ഈ കോടികൾ ചിലവഴിക്കുമ്പോഴും ആകെ പങ്കെടുത്തത് 4,000 പേരെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക്. പക്ഷേ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാകട്ടെ ഏകദേശം 1000-നടുത്തുള്ള ആളുകൾ മാത്രമേ ഈ ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് എത്തിയിട്ടുള്ളൂ എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നത്തെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ ദിനം അന്ന് രാത്രി 3000
പേർക്ക് ഭക്ഷണം കഴിച്ചു എന്നാണ് കണക്ക്. അതിനായി ചിലവഴിച്ചത് 4.5 ലക്ഷം രൂപയാണ്. കൂടാതെ ഉച്ചയ്ക്ക് 5000 പേർ ഭക്ഷണം കഴിച്ചെന്നും കണക്കുണ്ട്. അയ്യപ്പ ഭക്ത സംഗമത്തിൽ ആകെ എത്തിയതാകട്ടെ 4000 എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. നമ്മളടക്കമുള്ളവർ ദൃശ്യങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു തരത്തിൽ മാധ്യമങ്ങളിൽ ഇത് പൂർണ്ണമായും സംപ്രേഷണം ചെയ്തതാണ്. ആ ഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് 1000-ൽ താഴെ പേർ മാത്രമാണ്. പക്ഷേ ഇതിൽ വലിയ തട്ടിപ്പ്, ഈ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഈ ഒരു കണക്കുമായി ബന്ധപ്പെട്ട് പൊരുത്തക്കേടുകളുണ്ട്. ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ സർക്കാർ ചിലവഴിച്ചതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ഒരു സ്വതന്ത്ര ഏജൻസി കണക്കുകൾ വ്യക്തമാണ്. നമുക്ക് അതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും വിനീഷ്, നമ്മൾക്കറിയാം വമ്പൻ തട്ടിപ്പാണ് പമ്പാ സംഗമത്തിന്റെ പേരിൽ നടന്നിട്ടുള്ളത്. CPM-വുമായി ബന്ധപ്പെട്ട ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം നൽകിയത് 4 കോടിയിലേറെ രൂപയാണ്. ഭക്ഷണത്തിൻ്റെതടക്കം അവിടെ എത്തിയ അതിഥികളെ താമസിപ്പിച്ച ചെലവടക്കം എഴുതിയതെല്ലാം ഇത്തരത്തിലുള്ള കള്ളക്കണക്കുകൾ എഴുതിയ അയ്യപ്പൻ്റെ പേരിൽ കോടികൾ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലും അടിച്ചു മാറ്റിയിരിക്കുന്നു.